ഇന്നത്തെ ദിവസം അച്ഛന് വലിയ സന്തോഷായി. അച്ഛനും പ്രതീക്ഷിച്ചില്ല താൻ കാരണം ഇതൊക്കെ നടന്നത്. നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് മറ്റുള്ളവർക്ക് വലിയ ഉപകാരമായി മാറുമ്പോഴല്ലേ മനസ്സിലൊരു സന്തോഷം. ആ അതെ, ഇനി താൻ അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്നാലേ അത് വേണ്ട. നമുക്കിടയിൽ എന്തിനാ നന്ദിയുടെയൊക്കെ ആവശ്യം? എല്ലാം അങ്ങ് നടന്നോളൂ. താൻ ധൈര്യമായിട്ടിരിക്കണോ. താനും കൂടി ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ആകെ ഒറ്റപ്പെട്ടു പോയേനല്ലേ? ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നേനെ. ഇതിൽ പലതും നടക്കേയില്ല. ആ തന്നോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയാതിരിക്കുന്നേ? എല്ലാത്തിനും ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിന്റെ എല്ലാം കൂടെ നമുക്ക് തന്റെ ചേച്ചിയെ കുറിച്ചുകൂടി ഒന്ന് അന്വേഷിച്ചാലോ? അല്ല, ഈ സമയത്തല്ലേ ചേച്ചി അടുത്ത് വേണ്ടത്? ചേച്ചി കൂടി ഇപ്പൊ കൂടി ഉണ്ടെങ്കിൽ അത് തനിക്ക് വലിയൊരു സഹായാവില്ലേ? താനെന്താടോ പെട്ടെന്ന് സൈലന്റ് ആയത്? ഇനി അതിലും ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഇങ്ങോട്ട് വാടി. കൊച്ചിപ്പോ ഫോണിൽ പറഞ്ഞില്ലേ ഐശ്വര്യലക്ഷ്മി? ആ പെണ്ണിനെ എനിക്കറിയാം. എന്നോട് ചോര്, ഞാൻ പറഞ്ഞുതരാം. കൊച്ചെല്ലാം അറിഞ്ഞിട്ടും ഇനിയും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം നീ ഇനി ഇവിടുന്ന് പുറത്തു പോവില്ല. അങ്ങനെ പോയാലും ജീവൻ ഉണ്ടാവില്ല. ഇങ്ങോട്ട് ഇതിന്റെ ഉള്ളില് എവിടാന്ന് പറഞ്ഞിട്ടാ ഓടുന്നേ? ശിവദാസ, ശിവദാസൻ എന്താ കഴിക്കാൻ വരാത്തത്? കുറെ നേരം ശിവദാസനെയും കാത്ത് ഞങ്ങൾ എവിടെ ഇരുന്നു. ആണോ? അല്ല, അത് മറ്റൊന്നല്ല. ഇന്നെന്റെ പിറന്നാളായിരുന്നു. മോള് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു.